ഹലോ, ഇന്ന് ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരുന്ന ഒരു വഴുതനങ്ങ മോരുകറി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു വഴുതനങ്ങ എടുത്തിട്ട് വട്ടത്തിൽ മുറിച്ചെടുക്കണം. ഞാനൊരു മീഡിയം സൈസ് വഴുതനങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് 1/2 ഇഞ്ച് കനത്തിൽ വട്ടത്തിൽ മുറിച്ചെടുക്കുന്നുണ്ട്. ഈ വഴുതനങ്ങ കഷ്ണങ്ങൾ ഫ്രൈ ചെയ്ത് വേണം തൈരിൽ ചേർക്കാൻ വേണ്ടി. അപ്പോൾ ഈ വഴുതനങ്ങ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം, ഇത് മൂന്നും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം ഈ വഴുതനങ്ങ കഷ്ണങ്ങളോട് ചേർത്ത് നന്നായിട്ട് പുരട്ടി മാറ്റി വയ്ക്കണം. കഷ്ണങ്ങളിലെല്ലാം അരപ്പ് നന്നായിട്ടാവുന്ന രീതിയിലാണ് ഇത് ഇളക്കി മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിക്കുന്നുണ്ട്. അത് നന്നായി ചൂടായതിന് ശേഷം ഓരോ വഴുതനങ്ങയും പറക്കി വെച്ചിട്ട് ഒരു സൈഡ് മൂപ്പിച്ചെടുക്കണം. ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ തിരിച്ചിട്ട് അടുത്ത സൈഡ് മൂപ്പിച്ച് ഇത് മൊത്തം നന്നായിട്ട് ഫ്രൈ ആയിട്ട് എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ കറിക്ക് ആവശ്യമായിട്ടുള്ള തൈര് എടുക്കുകയാണ്. ഇതിപ്പോൾ ഏകദേശം 1 കപ്പോളം തൈരുണ്ട്. അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഉടച്ചെടുക്കണം. നല്ലപോലെ നമ്മൾ മോരുകറിക്കൊക്കെ എടുക്കുന്ന പോലെ തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയും കൂടെ ചേർത്ത് ഇളക്കിയെടുക്കുകയാണ്. ഇതിനി ഇവിടെ ഇരിക്കട്ടെ. ഇതിനകത്ത് നമ്മൾ കടുക് വറുത്തിട്ട് നമ്മുടെ കറി റെഡിയാവും. അപ്പോൾ അത് കടുക് വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ചേർക്കുന്നുണ്ട്. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉലുവ, വറ്റൽമുളക്, കൊച്ചുള്ളി, ഇത് മൂന്നും ചേർത്തൊന്ന് ഇളക്കണം. അതിനുശേഷം കറിവേപ്പില ഇട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലേക്ക് 1 നുള്ളു മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് നമ്മൾ ആദ്യമേ തയ്യാറാക്കി വെച്ചിരുന്ന ആ തൈരിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാവും. വഴുതനങ്ങ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ഒരു വഴുതനങ്ങ കഷ്ണവും മോരും കൂട്ടി ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ വഴുതനങ്ങ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കും ഈ കറി വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ഇത് ചോറും കൂട്ടി കഴിക്കട്ടെ. ബൈ.